എന്താണ് സുദർശന ചക്രം? നമ്മൾ കേട്ടിട്ടുണ്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ അഥവാ വിഷ്ണു ഭഗവാന്റെ വിരലിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പൽചക്രം. അത് തൊടുത്തു കഴിഞ്ഞാൽ, ശത്രുവിന് നേരെ തൊടുത്തു കഴിഞ്ഞാൽ ഏതൊരു ശത്രുവിനെയും വധിക്കാൻ സാധിക്കും. അതിൻ്റെ പേര് സുദർശന ചക്രം എന്നാണ്. യഥാർത്ഥത്തിൽ അതിൻ്റെ ശാസ്ത്രം എന്താണ്? സുദർശനം എന്ന് പറഞ്ഞാൽ സുഷ്ടും ദർശനം ഇത് സുദർശനം എന്നാണ്. സുഷ്ടും ദർശനം എന്ന് പറഞ്ഞാൽ വ്യക്തമായ ദർശനം, കാഴ്ചപ്പാട്. വ്യക്തമായ കാഴ്ചപ്പാട് നൽകുക എന്നുള്ളതാണ്. ഏതൊരു വ്യക്തിക്കും ഒരു ശരിയായ കാഴ്ചപ്പാട് നൽകിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് മാറാതിരിക്കാൻ പറ്റില്ല. കാരണം അവൻ്റെ സാഹചര്യങ്ങൾ കൊണ്ട് അവൻ അതുവരെ അറിഞ്ഞു വച്ചിരിക്കുന്ന അറിവിലായിരിക്കും അവൻ്റെ പ്രവൃത്തി. അവനെ സംബന്ധിച്ചിടത്തോളം ആ പ്രവൃത്തി ശരിയാണ്. എന്നാൽ ലോകത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ അത് ആ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഒരു പക്ഷേ അവൻ അറിയാതെ പോലും അവൻ്റെ കുടുംബത്തിൻ്റെ അവൻ്റെ തന്നെ നാശത്തിന് അത് കാരണമാണ്. എന്നാൽ അത് പറഞ്ഞു മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു വ്യക്തി, ആ വ്യക്തിക്ക് ലോകത്തെക്കുറിച്ച് ജ്ഞാനമുണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ കൃത്യമായ ജ്ഞാനമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ അതിനെ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. ആ വ്യക്തി ഇദ്ദേഹത്തെ പറഞ്ഞു മനസ്സിലാക്കി ശരിയായ തലത്തിലുള്ള ചിന്തകളിലേക്ക് അവരെ കൊണ്ടുവന്ന് അവരുടെ ചിന്തകളിൽ മാറ്റം വരുത്തി നല്ല കർമ്മങ്ങൾക്ക്, അതായത് ശരിയായ കർമ്മങ്ങൾക്ക് തുടക്കം കുറിപ്പിക്കുന്ന വ്യക്തി എന്ന് തന്നെ പറയാം. അതുതന്നെയാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ നരനോട് ചെയ്തത്. താർക്കിക ബുദ്ധിയുള്ള നരൻ ശ്രീരാമകൃഷ്ണ പരമഹംസൻ്റെ അടുത്ത് വരികയും തർക്കിക്കുകയും ഈശ്വരനില്ല എന്നും ലോകം ശരിയല്ല എന്നുമൊക്കെ സംസാരിച്ച വ്യക്തിയെ അടുത്തിരുത്തി പറഞ്ഞു മനസ്സിലാക്കി ഈശ്വരനെ എന്താണ് ഈശ്വരനെന്നും ലോകം എന്താണെന്നും പറഞ്ഞ് കൃത്യമായി മനസ്സിലാക്കിയപ്പോൾ നരന് ശ്രീരാമകൃഷ്ണ പരമഹംസരെ തൊഴാതിരിക്കാൻ പറ്റിയില്ല. യഥാർത്ഥത്തിൽ ആ ശ്രീരാമകൃഷ്ണ പരമഹംസൻ അന്ന് ആ നരനെ അവിടെ കൊല്ലുകയായിരുന്നു, അല്ലെങ്കിൽ ആ നരൻ്റെ ചിന്തകളെ അവിടെ കൊല്ലുകയായിരുന്നു. മറിച്ച് വിവേകാനന്ദൻ എന്ന് പറയുന്ന പുതിയ ഒരു യുവാവിന് ജീവൻ നൽകുകയായിരുന്നു. അപ്പോൾ മനസ്സിലാക്കുക, യഥാർത്ഥത്തിൽ അവിടെ വ്യക്തി എന്ന ഭൗതിക വസ്തുവിനെയല്ല കൊല്ലുന്നത്, മറിച്ച് അവൻ്റെ ചിന്തകളെ കൊല്ലുകയാണ്. എന്നാൽ ഒരു കലാകാരൻ്റെ സൃഷ്ടിയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പൽചക്രമായിട്ട്, കാരണം യഥാർത്ഥ വസ്തുത ഏതു ഭാഗത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാലും ഒരേപോലെയായിരിക്കും. സത്യത്തിന് വളരെ വലിയ മൂർച്ചയായിരിക്കും. അപ്പോൾ അത് കലാകാരൻ്റെ സൃഷ്ടിയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പൽചക്രമായിട്ട് അദ്ദേഹം അതിനെ സൃഷ്ടിച്ചെടുത്തു എന്ന് മാത്രം.